ഇന്ന് നമുക്ക് നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള എഗ് ബട്ടർ മസാല ഉണ്ടാക്കിയാലോ. ഒരുവിധം എല്ലാത്തിൻ്റെ കൂടി നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അപ്പം, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടിയും ശരിക്കും അടിപൊളിയായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയും അതുപോലെ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണക്കമുളക്, അതുപോലെ കുരുമുളക്, കറുകപ്പട്ട, ഏലക്കായൊക്കെ ചേർത്തിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മുറിച്ചത് ചേർക്കുന്നുണ്ട്. അതും ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് സവാള മുറിച്ചത് ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി മുറിച്ചതും കൂടെ ചേർക്കുക. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിന്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. തക്കാളിയിൽ ഓവറായിട്ട് ഒരു വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റി വരണണ്ട. ഇനി ഇതിലേക്ക് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ആ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒരു വളരെ കുറവ് അളവിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓവറായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് മതി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു മസാല ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ടതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള സവാള ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള നന്നായിട്ട് കളറ് മാറി വരണം. കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച ആ ഒരു തക്കാളി സവാളയുടെയൊക്കെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടച്ച് വെച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കിത് എണ്ണ തെളിഞ്ഞ് വരണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത മുട്ട കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതും കൂടെ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അടച്ച് വെച്ച് ഒന്ന് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവറോട് കൂടിയിട്ടുള്ള എഗ് ബട്ടർ മസാല റെഡി.